മോദി സർക്കാരിന്റെ ബ്ലൂ എക്കോണമിയുടെ ഭാഗമായി കേരളത്തിൽ കടൽമണൽ ഖനനം നടത്താനുള്ള നീക്കത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ വൻ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംസ്ഥാനത്തെ 9 തീരദേശ ജില്ലകളുടെയും 600 കിലോമീറ്റർ അധികം വരുന്ന കടലോരത്ത് കക്ഷി രാഷ്ട്രീയത്തിനും മത സാമുദായിക പരിഗണനയ്ക്കും അപ്പുറത്ത് മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് ജനലക്ഷങ്ങൾ കേന്ദ്രത്തിന്റെ കടൽമണൽ ഖനന നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. കടലിന്റെ നെഞ്ചു കുഴിച്ച് വാരിയെടുക്കുന്ന കോടിക്കണക്കിന് വരുന്ന മണൽ ഉൾക്കൊള്ളാനുള്ള കടലോരത്തിന് ആവുമോ എന്ന കാര്യത്തിൽ വേണ്ടത്ര ആലോചന പോലും ഇല്ലാതെയാണ് കോർപ്പറേറ്റുകൾ കീശയിലെ പണം മാത്രം ലക്ഷ്യമിട്ട് ഇതിന് മുന്നോട്ട് വരുന്നത്. രാജ്യത്തിന് 7517 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന തനതായ ഒരു ആഴക്കട ധാതു സമ്പത്തുണ്ട്. അതിൽ 9 തീരദേശ സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയിലെ 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ളതെന്ന് പരിവേഷണത്തിലൂടെ കണ്ടെത്തിയ വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള കൊല്ലം പരപ്പ് എന്ന കൊയിലോൺ ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെ ധനമോഹം കാരണം നാമാവശേഷമാകുമെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോസ് ചൂണ്ടിക്കാണിക്കുന്നു. മത്സ്യസമ്പത്ത്, ആവാസ വ്യവസ്ഥ, പരിസ്ഥിതി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സമുദ്ര മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ യോഗം വിളിച്ച് ആശങ്ക ദൂരീകരിക്കണമെന്ന ആവശ്യം BMS ദേശീയ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സംഘപരിവാർ സംഘടനകളൊന്നും വിഷയത്തിൽ പ്രതികരിക്കാത്തത് കടുത്ത ആക്ഷേപത്തിനിടയായി. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ആഴക്കടൽ ഖനനത്തിലൂടെ നടന്നെടുക്കുന്നത് വൻ ദുരന്തത്തിലേക്ക് ആയിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന കടൽമണൽ ഖനനത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഏറെ വലുതായിരിക്കും എന്നാണ് മുന്നറിയിപ്പ്. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ചെമ്പ്, സ്വർണം, മാംഗനീസ്, നിക്കൽ, വെള്ളി, സിങ്ക് തുടങ്ങി മറ്റ് അപൂർവ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നതാണ് ആഴക്കടൽ ഖനനം. ഈ ലോഹങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയ്ക്കായി ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അതേസമയം കോപ്പർ, നിക്കൽ, കോൾട്ട് തുടങ്ങിയ ധാതുക്കളുടെ കരയിലെ നിക്ഷേപം കുറഞ്ഞു വരികയാണെന്നും ഹരിത സാങ്കേതിക വിദ്യകളുടെ ആവേശം നിറവേറ്റണമെങ്കിൽ ഈ ധാതുക്കൾ ആവശ്യമാണെന്നും കടൽമണൽ ഖനനത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ആഴക്കടലിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും ജീവശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, പരസ്പര ബന്ധം എന്നിവയെ കുറിച്ചുള്ള പൂർണ്ണമായ ശാസ്ത്രീയ വിവരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. ഈ വിവരങ്ങൾ ഇല്ലാതെ ഖനന പ്രവർത്തനത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗുജറാത്തിലെ പോർബന്തറിൽ 3 ബ്ലോക്കുകളിൽ നിന്ന് ചുണ്ണാമ്പും ചെളിയും, കേരളത്തിൽ കൊല്ലത്തിൽ 3 ബ്ലോക്കുകളിൽ നിന്ന് കടൽ മണലും, ആൻഡമാനിലെ 7 ബ്ലോക്കുകളിൽ നിന്ന് പോളിമെറ്റാലിക് എന്നറിയപ്പെടുന്ന നാദ വിഭാഗങ്ങളും കോബോർഡും ഖനനം ചെയ്തെടുക്കാനാണ് കേന്ദ്ര പദ്ധതി. എന്നാൽ ഖനനം ഉപജീവനമാർഗം ഇല്ലാതാക്കുമെന്നും കടലിന്റെ മരണമണിയായി മാറുമെന്നും തൊഴിലാളികൾ ആശങ്ക ഉണർത്തുന്നു. അതേസമയം ആഴക്കടൽ കൊള്ളയടിക്കുന്നതിന് കോർപ്പറേറ്റുകൾക്ക് അവസരം ഒരുക്കുന്നതായി മോദിയുടെ നയം മാറി. ഖനനത്തിന്റെ പൊതു അവകാശം പൊതുമേഖലയ്ക്ക് ആയിരിക്കണമെന്ന് 2002 ഖനന നിയമം 2023 കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിരുന്നു. തീരദേശത്തുള്ള കരിമണൽ ഖനനത്തിന് സംസ്ഥാന സർക്കാരിനും പൊതുമേഖലയ്ക്കുള്ള അവകാശവും കേന്ദ്രം നിയമ ഭേദഗതി വഴി ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഖനനത്തിനും സംസ്കരണത്തിനും വിപണനത്തിനും സ്വകാര്യ മേഖലയ്ക്കും കൂടി അവകാശം ഉറപ്പിച്ചുകൊണ്ട് 3 നിയമങ്ങളും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി കടലിൽ നിന്നും ഖനനം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനികളെ അനുവദിച്ചാൽ കടലിന്റെ ആവാസ വ്യവസ്ഥ തകരുകയും തീരസഭയും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാവുകയും ചെയ്യും. മാത്രമല്ല, കടലിന്റെ അടിത്തട്ടിൽ 2 മീറ്ററോളം ആഴത്തിലാണ് മത്സ്യങ്ങളടക്കം പല കടൽ ജീവികളുടെയും പ്രചരണ കേന്ദ്രം. ഖനനം വഴി നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ പ്രധാനം ഈ സമ്പത്ത് തന്നെയാവും. കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധം ഉയരണം. ഈ തെറ്റുകുറ്റം ഇനിയും തുടർന്നാൽ കേരളത്തിന്റെ സമ്പദ്ഘടനയിലും തൊഴിൽ രംഗത്തും ഭക്ഷണത്തിലുമെല്ലാം സുപ്രധാന പങ്ക് വഹിക്കുന്ന തൊഴിൽ മേഖല നഷ്ടമാവുമെന്ന് തീർച്ച. കടൽ ഖനനത്തെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു വിധത്തിലുള്ള പഠനങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല. ശാസ്ത്രീയ പഠനം ഇല്ലാതെ ഇത്തരത്തിലുള്ള ബൃഹത്തായ ഒരു പദ്ധതി നടപ്പാക്കുന്നത് കടലിന് മാത്രമല്ല രാജ്യത്തിന്റെ ആകെ സമ്പദ് വ്യവസ്ഥയ്ക്കും നിലനിൽപ്പിനും എതിരായ നടപടിയാണ്.